ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പെൻസില്, പേന, ബ്രഷസ് എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗനൈസറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പഴയ പായസത്തിൻ്റെയൊക്കെ ഒരു ബോക്സ്, അങ്ങനെയുള്ള കുറച്ച് ബോക്സസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ബോക്സസ് ഒന്നും ഇല്ലെങ്കിലും കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, എങ്കിലും എൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോക്സൊക്കെ അവിടെ റെഡിയാണ്. അപ്പം അതിനൊരു ബേസ് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് അറ്റമൊന്നും ലെവലില്ല. അപ്പോൾ നമുക്ക് അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് വേണം. കാർഡ്ബോർഡിൻ്റെ മുകളിലാണ് നമ്മളുടെ ആ ഒരു ബോക്സസൊക്കെ ഒട്ടിക്കേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യാം. ഓൾറെഡി എൻ്റെ കയ്യിലൊരു ഓർഗനൈസർ ഉണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് പീസ് കട്ടൊക്കെ ചെയ്തു. അതിൻ്റെ മണ്ടയിൽ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്, എങ്ങനെയാണ് വയ്ക്കുമ്പോഴാണ് കൊള്ളാവുന്നതെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്കതൊന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബോക്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് കവർ ചെയ്യാം. കവർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, സിമ്പിളാണ്, പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ട. എങ്കിലും ഒരെണ്ണം പൊതിയുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളമാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ടൊക്കെ ചെയ്തു. ഇനി നമുക്കിത് ഒട്ടിക്കണം. നമ്മൾ ഒരു ബോക്സിൽ ഇത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ മാത്രം മതി, നന്നായിട്ട് ഒട്ടും. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഞാനൊരു 10ൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെറിയ ഇതൊക്കെ കവർ ചെയ്യുന്നത്. 10ൻ്റെ ഒരു ഫെവിക്കോൾ മാത്രം മതി നമുക്ക് കാര്യം കഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വെറുതെ വലിയ ബോട്ടിൽസൊന്നും മേടിക്കണ്ട. വലിയ വർക്ക്സൊക്കെയും ബോട്ടിൽ ആർട്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 45ൻ്റെയൊക്കെ ഫെവിക്കോൾ മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോക്സസ് എല്ലാം ഒട്ടിച്ചെടുക്കാം. ഞാൻ ഫെവി ബോണ്ടിൻ്റെയൊക്കെ ബോക്സസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് ബോക്സ് ആയാലും മതി. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഒന്ന് നമ്മളുടെ ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിക്കണ്ടേ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ TV ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കവറില്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതും ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടും, സൂപ്പറായിട്ട് ഒട്ടും കേട്ടോ. അത് നമുക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം, 4 സൈഡ്. എന്നിട്ട് നമുക്ക് ഒട്ടിക്കുമ്പോൾ നല്ല ലെവലിൽ തന്നെ നിൽക്കും. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് നന്നായിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ
ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ അതൊക്കെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഫെവി ബോണ്ട് ഇല്ല. അങ്ങനെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒട്ടിച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഓർഗനൈസർ. നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറേ സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതേപോലെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തതും നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇതിനകത്ത് പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിനകത്ത് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ഓർഗനൈസറും കൂടെ കാണിച്ചു തരാം. ഫൈനൽ ലുക്കാണ്. അപ്പോൾ അതിൻ്റെ അകവും കൂടെ നമ്മൾ പെൻസിലോ പേനോ എന്തിട്ടാലും അകം ചെറുതായിട്ട് കാണുമല്ലോ, ആ ഒരു പോർഷനും കൂടെ കവർ ചെയ്യണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ ബൈ.